ഹലോ മക്കളെ, പെട്ടെന്ന് നമുക്ക് ഓണത്തിന് കുറച്ച് പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ചെയ്താലോ? വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓണ പരീക്ഷയ്ക്ക് അക്കൗണ്ടൻസിയിൽ നിന്ന് വരാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രഡിക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്തായാലും ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻസുകളെല്ലാം നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ ഈ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു വട്ടമെങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ട് പോകണം എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ചെയ്ത് പോവുകയാണെങ്കിൽ എനിക്ക് ഉറപ്പാണ് ഒരു 80% മാർക്കിന്റെ അബവ് മുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ ഓരോ ചോദ്യത്തിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് പോവാം. ചാപ്റ്റർ വൈസ് ഞാൻ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കറിയാം, നമുക്ക് പാർട്ണർഷിപ്പിന്റെ ഭാഗത്ത് നിന്ന് എന്താണുള്ളത്, 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത് അല്ലെ, സോറി 2 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ആ 2 ചാപ്റ്റേഴ്സിന് വരാൻ പോകുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, പ്രിപ്പയർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നുള്ളൊരു ചോദ്യമാണ്. ഇതുപോലത്തെ ഒരു പാർട്ട്നേഴ്സിന്റെ ഒരു അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കാനുള്ള ഒരു ചോദ്യം നിർബന്ധമായിട്ടും വന്നിരിക്കും, അല്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് വന്നിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഉറപ്പാണ് അങ്ങനത്തെ ഒരു ചോദ്യം വരും എന്നുള്ളത് കേട്ടോ. അജയ്, വിജയ്, സൂരജ് അങ്ങനെ ഉണ്ടാവും. ഈ പറഞ്ഞതുപോലെ തന്നെ മിനിമം ഉണ്ട്, നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദി ഇയർ എൻഡഡ് എന്നൊക്കെ പറയുന്ന ഒരു അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കുന്ന ഒരു ചോദ്യം ഈ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ വരാം. ഇതിൽ ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റും കൂടി വന്നിട്ടുള്ള ചോദ്യമാണ്. അങ്ങനെ വന്നിട്ടില്ലെങ്കിലും അപ്രോപ്രിയേഷൻ മാത്രമായിട്ടുള്ള ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. 100% ഷുവർ ആണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഫ്രം ചാപ്റ്റർ 1. അതുപോലെ തന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഈ ഒരു തിയറി ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ ആണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഫിക്സഡ് ക്യാപിറ്റലും അതേപോലെ തന്നെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റലും തമ്മിൽ ഡിഫറൻസ് ചെയ്യുന്ന ഒരു ചോദ്യം. വർഷങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പല ബോർഡ് എക്സാം ചോദ്യങ്ങൾക്കും അതുപോലെ തന്നെ ഓണം എക്സാമിനും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ടും ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. നമുക്കറിയാം, നമുക്ക് 2 തരത്തിലാണ് ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കാൻ പറ്റുക. ആ 2 തരത്തിലുള്ള ക്യാപിറ്റൽ അക്കൗണ്ട് തമ്മിൽ എന്താണ് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഈ ചോദ്യം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നിങ്ങൾ എന്തായാലും നോക്കിയിരിക്കേണ്ട ചോദ്യമാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ ഒരു ചോദ്യം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ ഒരു ചോദ്യം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്ങിന്റെ ചോദ്യങ്ങൾ എന്തായാലും ചെയ്ത് നമ്മുടെ വരുന്ന ലൈവുകളിലെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. ആ ചോദ്യങ്ങൾ എന്തായാലും ഉറപ്പ് വരുത്തുക, അത് നോക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതിന്റെ ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് നോക്കുക. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ ചോദ്യങ്ങളും നോക്കി വെക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇനി ഒരു ഒറ്റ ചോദ്യം കൂടി സാധ്യതയുള്ളൂ, വിച്ച് ഈസ് കോൾഡ് ആസ് ക്യാപിറ്റൽ അക്കൗണ്ടില് നമുക്ക് എന്തുണ്ടാക്കാൻ വരും, ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കാനുള്ള ചോദ്യം പ്രതീക്ഷിച്ചുള്ളൂ. ഇങ്ങനെ ഒരു 5 ചോദ്യം മസ്റ്റ് ആയിട്ട്, ഇതിൽ കൂടുതൽ വന്നാലേ ഉള്ളൂ. എന്തായാലും ഈ 5 എണ്ണം വരാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഈ ചാപ്റ്റർ 1 അക്കൗണ്ടൻസിയിൽ ഉണ്ടാവില്ല 12th സ്റ്റാൻഡേർഡിൽ എന്ന് മനസ്സിലാക്കി കേട്ടോ. ഗോയിങ് ടു ദ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് നമുക്കറിയാം, ഗുഡ് വിൽ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര ചോദ്യങ്ങളുണ്ട്, 3 ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട് അല്ലെ. ഏതൊക്കെയായിരുന്നു മെത്തേഡ്സ്? ഫസ്റ്റ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഉണ്ട്, അതിന്റെ വെയിറ്റഡ് ആവറേജ് ഉണ്ട്, അതുപോലെ തന്നെ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഉണ്ട്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡും ഉണ്ട്. എന്തായാലും ആവറേജ് പ്രോഫിറ്റ് മെത്തേഡും കൂടെ അതിന്റെ എന്തും മെത്തേഡും കൂടി പഠിച്ചു വെച്ചേക്കാം, വെയിറ്റഡ് ആവറേജ് മെത്തേഡും കൂടി പഠിച്ചു വെച്ചേക്കാം. അടുത്തതായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ഐ ആം 110% ഷുവർ ദാറ്റ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഒരു ചോദ്യം നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ഓണം എക്സാമിന് വരും എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, എന്തായാലും പഠിച്ചു വെച്ചേക്കുക. ഇതുപോലത്തെ വെറും നമ്പേഴ്സിൽ മാറ്റം വന്നിട്ട് നേരത്തെ കാണിച്ച ചോദ്യങ്ങളിലൊക്കെ നമ്പേഴ്സിൽ മാറ്റം വരിക എന്നുള്ളത്, അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും വരാനില്ല എന്നുള്ളതാണ്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡിന്റെ വെച്ചിട്ടും ഒരു എന്ത് ചെയ്യുക, പ്രോബ്ലം ചെയ്ത് വെച്ചേക്കാം. ഇതിന്റെ ഒക്കെ ചോദ്യങ്ങൾ നമ്മൾ ഓരോ ലൈവിലും നമ്മൾ പലവട്ടം ചെയ്തതാണ്, ഇനി പലവട്ടം ചെയ്യുകയും ചെയ്യും. അതെന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ, ഡോണ്ട് വറി, ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിലുള്ള ഒരു ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ വരാൻ പോകുന്ന ഓണ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്ന ഏറ്റവും കൂടുതൽ മാർക്കിന്റെ ചോദ്യം എന്ന് പറയുന്നത് റീവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇത് 3 കൂടി ഉണ്ടാക്കാനുള്ള ചോദ്യമായിരിക്കും. അത് 100 അല്ല 200% ഉറപ്പാണ് ഒരു ഏറ്റവും കൂടുതൽ മാർക്കിന് വരുന്ന ഒരു ചോദ്യം ഇതായിരിക്കും. അപ്പം ഇത് വെച്ചിട്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യുക. ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കാനും അതുപോലെ തന്നെ റിവാലുവേഷൻ അക്കൗണ്ട് ഉണ്ടാക്കാനും ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാനുള്ള ചോദ്യങ്ങൾ ഒരു 5 എണ്ണമെങ്കിലും പ്രാക്ടീസ് ചെയ്ത് പോവുക. പിന്നെ നിങ്ങൾക്ക് ഒന്നും പേടിക്കാനില്ല, ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ എന്ത് ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആക്കിയ സ്ഥിതിക്ക് പാർട്ട്ണർഷിപ്പ് എന്ന ഭാഗത്ത് 2 ചാപ്റ്ററിന് ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് മാക്സിമം എക്സ്പെക്ട് ചെയ്യേണ്ടതുള്ളൂ എന്ന് മനസ്സിലാക്കി കേട്ടോ. ഓക്കെ, അപ്പൊ പാർട്ട്ണർഷിപ്പിന്റെ ഭാഗം എന്തായിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ കോമൺ അക്കൗണ്ടൻസി ഭാഗമാണ്. ഇനി നമ്മൾ എങ്ങോട്ട് പോകുന്നു, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ഭാഗത്ത് നിന്ന് ഏതൊക്കെ ചോദ്യങ്ങൾ കിട്ടുമെന്നും AFS എന്നും നോക്കേണ്ടതുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന 1-2 സ്ലൈഡുകൾ എന്തായിരിക്കും, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആയിരിക്കും. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്തായാലും ചോദിക്കും. അതിനെക്കാട്ടിലും പ്രധാനപ്പെട്ട ഏത് ചോദിക്കും, കോഡിഫിക്കേഷന്റെ ഭാഗത്ത് നിന്ന് ചോദ്യം വരും എന്നുള്ളതാണ് കേട്ടോ. ഫീച്ചേഴ്സും ചോദിക്കും, കോഡിഫിക്കേഷൻ ചോദിക്കും. അതുപോലെ തന്നെ വരുന്ന ഒരു 2 ചോദ്യങ്ങളാണ്, സോറി ഇത് ഈ 2 ചോദ്യങ്ങൾ ഞാൻ മിക്സ്ഡ് ആയിട്ടോ ഇട്ടത്. ഓക്കെ, ഈ 2 ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, AFSന്റെ ഭാഗത്ത് നിങ്ങൾ എന്തായാലും എന്ത് ചെയ്തോളൂ,
പ്രതീക്ഷിച്ചോളൂ കേട്ടോ. ഓക്കെ, ഈ രണ്ട് ക്വസ്റ്റ്യൻ ഇവിടെ ലൈൻ ഉണ്ട്, ജസ്റ്റ് പ്രെഡിക്റ്റ് ലൈക്ക് ദാറ്റ്. ഇത് രണ്ടും എവിടെ നിന്നാണ്? ഈ പറഞ്ഞതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ നിന്ന് വരുന്നതാണ്. ഈ രണ്ട് ചോദ്യങ്ങൾ AFSന്റെ ഭാഗത്തും നിങ്ങൾ എന്ത് ചെയ്തോളൂ, പ്രതീക്ഷിച്ചോളൂ. ഓക്കെ, ഈ രണ്ട് ക്വസ്റ്റ്യനുകൾ കേട്ടോ. ഓക്കെ, രണ്ടും ഒരു സ്ലൈഡിലായി പോയിട്ടുണ്ട്. എനിവേ, അപ്പൊ ഈ ഫസ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ഭാഗത്തുനിന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ ബേസിക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഈ രണ്ട് ചോദ്യങ്ങളാണ്. പിന്നെ നമുക്ക് വരാനുള്ള സ്പ്രെഡ്ഷീറ്റിന്റെ ഭാഗത്തുള്ള ചോദ്യങ്ങളാണ്. അവിടെ ആ വാസ്റ്റ് ചാപ്റ്ററിന് എവിടെ നിന്നും നിങ്ങൾ ക്വസ്റ്റ്യൻസുകൾ പ്രതീക്ഷിച്ചുകൊള്ളുക എന്നുള്ളതാണ് കേട്ടോ. ഡിസ്റ്റിങ് ബിറ്റ്വീൻ ഷെയർ ആൻഡ് ഡിബഞ്ചർ, അതേപോലെ തന്നെ ഈ ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർസ് ആൻഡ് ഡിബഞ്ചർ എന്ന് പറയുന്ന ഈ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, എന്തായാലും പഠിച്ചു വെച്ചേക്കുക. ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ ആണ്. സോ ദാറ്റ് ക്വസ്റ്റ്യൻ വിൽ ബി റിപ്പീറ്റഡ് അഗെയിൻ ആൻഡ് അഗെയിൻ അല്ലേ. ഈ പറഞ്ഞതുപോലെ ഇവിടെ എന്ത് ചെയ്യുക, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് കേൾക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ഈ രണ്ട് ചോദ്യങ്ങൾ പഠിക്കുക. AFSR എന്ത് ചെയ്യുക, ഈ ഒരു ചോദ്യവും കൂടെ എന്തും കൂടി പഠിച്ചു വെച്ചേക്കുക. AFSR ഇതും AFSന്റെ ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ്. AFSR എന്ത് ചെയ്യുക, ഈ ചോദ്യം കൂടി കറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ചോദ്യം, ഒരു AFSR സംബന്ധിച്ചിടത്തോളം അടുത്തൊരു essay ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്ലിക്കേഷൻ അലോട്ട്മെന്റ് ഒക്കെ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഓവർ സബ്സ്ക്രിപ്ഷൻ വരുന്ന, അതുപോലെ ഓൾ സിനാരിയസ് വരുന്ന 4PT എന്ന റീ ഇഷ്യൂ ചെയ്യുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് എന്തായാലും വരും എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ നാളെ മുതൽ അല്ലെങ്കിൽ ഇതൊക്കെയുള്ള നമ്മുടെ ലൈവുകൾ കൃത്യമായിട്ട് കേൾക്കുക. ഇനിയുള്ള ലൈവുകൾ എന്തായാലും കേൾക്കുക. അതിലെല്ലാം ഞാൻ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നുണ്ട്. ഇതുപോലത്തെ മേജർ ക്വസ്റ്റ്യൻസ് ഞാൻ എന്തായാലും സോൾവ് ചെയ്യുന്നതുമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതെല്ലാം സെറ്റാക്കി വെക്കുകയാണെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ അക്കൗണ്ടൻസി എക്സാമിൽ ഒരു 75-80% മാർക്ക് കിട്ടാൻ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി എന്നുള്ളതാണ് കേട്ടോ. ഇനി ഇതിന് MCQs വേണോ, PYQs വേണോ, എല്ലാത്തിനും വേണമെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇനി ജോയിൻ ചെയ്ത് വെച്ചോ മക്കളെ. ഈ പറഞ്ഞതുപോലെ ഓണം എക്സാമിന് മാത്രമല്ല, വരാൻ വന്ന ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അത് ഹെൽപ്പ് ചെയ്യും. ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാ എക്സാമിനും മോഡൽ എക്സാം ക്വസ്റ്റ്യൻസും ചാപ്റ്റർ സമ്മറി നോട്ട്സും PYQസും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം എന്നുള്ളതാണ്. ഇനി ഇത് പോരാ, കമ്മ്യൂണിറ്റി ഫ്രീ ക്ലാസ്സസ് മാത്രം പോരാ, നമുക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മൾ പുതിയ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. +2കാരെ സംബന്ധിച്ചിടത്തോളം ഒരു 3799 റുപ്പീസിന് നിങ്ങൾക്ക് എന്ത് അവൈലബിൾ ആണ്, കംപ്ലീറ്റ് ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. സൂം ക്ലാസ്സസും ഇതുപോലെ 10ഓളം ഫീച്ചേഴ്സ് വരുന്ന മൊത്തം കാര്യങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതെന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ചാപ്റ്റർ സമ്മറിയും നിങ്ങൾക്ക് സൂം ക്ലാസ്, ഡൗട്ട് ക്ലിയറൻസും, മെന്ററിങ്ങും, അങ്ങനെ എല്ലാ പ്രോസസ്സും എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ഡു ജോയിൻ ദിസ് കോഴ്സ്. ഇവിടെ താഴെ കാണുന്ന ലിങ്കിൽ രണ്ടിന് ലിങ്ക് അവൈലബിൾ ആണ്. നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്കും ഉണ്ട്, ഇതിന്റെ ഗൂഗിൾ ഫോമും ഉണ്ട്. ജസ്റ്റ് ഫോം ഫില്ല് ചെയ്യുക, നിങ്ങൾ കൂടുതൽ അന്വേഷിക്കുക, എന്നിട്ട് മാത്രം പേയ്മെന്റ് നടത്തുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.